ലോകത്തിലെ ഏറ്റവും വില കൂടിയ വെയിങ് സ്കെയിലാണ് എൻ്റെ ഇരിക്കുന്നത്. ഇത് 600 രൂപയുടെ വെയിങ് സ്കെയിലാണ്. ഇത് 1,00,000 രൂപയുടെ വെയിങ് സ്കെയിലാണ് കേട്ടോ. മാക്ബുക്കിനകത്തൊരു ഫീച്ചർ ഉണ്ട്. നമുക്ക് അതിൻ്റെ ടച്ച് പാഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് അളക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാം. മാക്ബുക്കിൻ്റെ ടച്ച് പാഡുകളിൽ ഒരു തരത്തിലുള്ള ഒരു സെൻസർ ഉണ്ട് കേട്ടോ. ഇത് ഫോഴ്സ് സെൻസർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫോഴ്സ് സെൻസർ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇത് ക്യാപ്ചർ ചെയ്യുന്നത് കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വെയിങ് സ്കെയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഫോഴ്സ് സെൻസറിൽ എത്ര ഔട്ട്പുട്ട് നൽകുന്നു ആ ഒരു ഔട്ട്പുട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എത്ര വെയിറ്റ് ആണ് ഇതിലേക്ക് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്പുണ്ട്. ട്രാക്ക് വെയിറ്റ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഗിറ്റ്ഹബിൽ പോയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് റിലീസിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു DMG ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. ഇതിനകത്ത് നമ്മൾ വിരൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമുക്കറിയാൻ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു രീതിയിലാണ് മാക്ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു നമ്മുടെ ടച്ച് വേണം ഇത് വെയിറ്റ് സ്കെയിൽ ചെയ്യണമെങ്കിൽ. ഞാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിരൽ വെച്ച് പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനം ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കണം. എന്നിട്ട് പതിയെ ഫിംഗർ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സാക്റ്റ് എമൗണ്ട് ഇതിനകത്ത് കിട്ടും കേട്ടോ. ഇതിനകത്ത് കിട്ടിയ വാല്യൂസും അതുപോലെ തന്നെ അല്ലാതൊരു വെയിങ് സ്കെയിൽ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എക്സാക്റ്റ് സെയിം വാല്യൂ ആണ് കേട്ടോ കിട്ടിയത്. അതായത് നിങ്ങൾക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാക്ബുക്കിൽ ഇതുപോലെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഇതൊരു 1 കിലോ ഒക്കെ മാക്സിമം ഇത് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് 2 കിലോയ്ക്ക് മുകളിലുള്ള വെയിറ്റ് വരെ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതായത് ഞാനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കയറിപ്പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തോന്നി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാക്ബുക്കുള്ള ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയണം. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്.